2024 തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദിക്ക് വലിയ തിരിച്ചടി ഉണ്ടായി. 2025 വിജയങ്ങൾ ഉണ്ടാകുന്നു. ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട് ജനകീയ മുഖം വരുന്നു. ഇനി 2026 കടക്കുമ്പോൾ എങ്ങനെയായിരിക്കും നരേന്ദ്രമോദിക്ക് ഇന്ത്യയിൽ സ്വാധീനം? 2024 മോഡിക്ക് ഒരു മോശം വർഷമാണെന്ന് ഞാൻ കരുതുന്നില്ല. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ കണ്ടിന്യൂസ് ആയിട്ട് 3 തവണ അധികാരത്തിലെത്തി എന്നുള്ളതാണ്. പിന്നെ RSS വേണ്ടാന്ന് വെച്ചതുകൊണ്ട് കുറച്ച് സീറ്റ് വന്നാൽ നമ്മൾ എന്ത് ചെയ്യാൻ? അതങ്ങനെ RSS നമ്മൾ പക്ഷെ അങ്ങനെ സോൾവ് ചെയ്തത്. പക്ഷെ ഇതാണ്ടൊക്കെ സോൾവ് ആയെന്ന് തോന്നുന്നു. ഇപ്പോൾ ഇവർ രണ്ടുകൂട്ടരും ജോലി ആവാൻ അങ്ങനെ പ്രോബ്ലം ഒന്നുമില്ല, പക്ഷെ അവരുടെ പ്രോബ്ലം ഉണ്ടായിരുന്നു. അതായിരുന്നു വിഷയം. അപ്പം അതുകൊണ്ട് 2024 മോഡി അധികാരത്തിൽ വന്നതിന് ശേഷം എല്ലാ വർഷവും മോഡിയുടെ വർഷങ്ങളാണ്. ഒരു മോഡിഫൈഡ് ഇന്ത്യയാണ്. അതാണ് അതിൻ്റെ ഒരു കാര്യം. പിന്നെ ഈ വർഷം ആപ്പാടെ മോഡിക്ക് ഒരു തിരിച്ചടി എന്ന് ഇലക്ഷനും കഴിഞ്ഞ് 2024 ഇപ്പോൾ തിരിച്ചടി ഒന്നുമല്ല. കേരളത്തിലെ വിജയം എന്നുള്ള ചില്ലറ കാര്യമാണ്. സുരേഷ് ഗോപി 80,000 വോട്ടിന് ജയിച്ചു എന്നുള്ള ചില്ലറ കാര്യമല്ല. ഇനി ഈ 2025 ഈ തിരുവനന്തപുരം കോർപ്പറേഷൻ കിട്ടിയതും ചില്ലറ കാര്യമല്ല. അതൊക്കെ തന്നെയാണ് മോഡിയുടെ ഏറ്റവും വലിയ വിജയം. കേരളത്തിലെ ബീഹാർ കിട്ടും. കേരളത്തിൽ പെനിട്രേറ്റ് ചെയ്യാന്നുള്ള അത്ര എളുപ്പമല്ല. മോഡിക്ക് ആകെപ്പാടെ മണ്ടൻ തീരുമാനം മോഡിയുടെ ഭാഗത്ത് എനിക്ക് തോന്നിയത് അണ്ണാമലയെ ഇതുവരെ പുനരധിവസിപ്പിച്ചിട്ടില്ല. അണ്ണാമല ഒരു മെറ്റലാണ് ഇവർ ഉപയോഗിക്കേണ്ടത്. കാരണം അയാൾ വളരെ യങ്ങാണ്, നല്ല വീരമുള്ള ഗഡ്സുള്ള ആളാണ്. തമിഴ്നാട്ടിൽ ഒറ്റയ്ക്ക് അയാൾ 18%. ഇപ്പം സുരേന്ദ്രൻ ഇവിടെ ഈ പറയുന്നതിന് സുരേഷ് ഗോപി ഇവരെല്ലാം കൂടി വെച്ചിട്ടാണ് 19%. അയാൾ ഒറ്റയ്ക്കാണ് അവരെ 18%. അയാളെ തോൽപ്പിക്കാൻ വേണ്ടി ADMK DMK ഒരിക്കലും ഒരുമിക്കാതെ അവന്മാർ വോട്ട് മാറ്റിയിട്ടാണ് അങ്ങനെ തോറ്റുപോയത് ലോക്സഭയിൽ. അണ്ണാമലയെ വേണ്ട വിധത്തിൽ അയാൾക്കൊരു പ്ലേസ്മെന്റ് കൊടുക്കേണ്ട സമയമായി. അത് കൊടുത്തിട്ടില്ല എന്നുള്ളത് ഒരു പോരായ്മയാണ് ആ വർഷം. ഇപ്പോൾ ആ വർഷമാണെങ്കിൽ ഈ വർഷമാണ്. അടുത്ത വർഷം പിന്നെ മോഡിയെ സംബന്ധിച്ചിടത്തോളം മോഡി അടിച്ചാൽ തിരിച്ചടിക്കും എന്നുള്ളത് മോഡിയുടെ ഒരു ലൈനാണ്. അതടിച്ചു തിരിച്ചടിച്ചു എന്നുള്ളത് തന്നെയാണ് അവിടെ കണ്ടത്. അവിടെ അടിക്കുകയോ തിരിച്ചടിക്കാൻ എത്ര ദിവസം വൈകും? ഞാൻ എവിടെയെങ്കിലും പിന്നെ മോഡി തിരിച്ചടിക്കില്ല എന്ന് തോന്നുന്നു. എൻ്റെ ഓർമ്മയിലില്ല. ഏതൊരു നല്ല കമൻറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞു എന്ന് തിരിച്ചടിക്കുന്ന കാര്യത്തിലേ സംശയമുള്ളൂ, തിരിച്ചടി കൊടുക്കും എന്നാണ് ആവും. പിന്നെ എന്നാലും ഇതൊക്കെ കമൻറ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ എവിടെ നിന്ന് കിട്ടുന്നുള്ളൂ. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു കാര്യം. പിന്നെ ആഗോളതലത്തിൽ നോക്കുമ്പോൾ മോഡി ഒറ്റപ്പെട്ടൊരു വർഷമാണ് 25. അമേരിക്കയായിട്ട് തെറ്റുന്നു. അതുപോലെ തന്നെ അതാണ് പ്രധാനമായിട്ടും. അമേരിക്കയായിട്ട് നല്ല ബന്ധമുണ്ട്. അതിപ്പോൾ മുമ്പേ ഒലഞ്ഞ ബന്ധമാണ്, ഇപ്പോഴാണ് പുറത്ത് വന്നത്. മോഡി അങ്ങേര് പ്രസിഡൻഷ്യൽ ഇലക്ഷന് മത്സരിക്കുവാണെങ്കിൽ മോഡി ഒരു ഇൻവിറ്റേഷൻ ക്യാൻസൽ ചെയ്ത് അന്നോട്ട് തുടങ്ങിയ പ്രശ്നമാണ്. പിന്നെ ഒറ്റപ്പെട്ടു എന്ന് പറയാൻ കഴിയുമോ? റഷ്യയുമായി ഒറ്റപ്പെട്ടത് യൂറോപ്പ് ചൈനീസ് അല്ല. ഈ പറയുന്ന ലോകത്തെ ഇപ്പോഴത്തെ ഡോമിനന്റ് ഫോഴ്സ് പടിഞ്ഞാറൻ രാജ്യങ്ങൾ തന്നെയാണ്. അവരുടെ ഇടയിൽ മോഡിക്ക് വലിയ സ്വീകാര്യത ഉണ്ട് എന്നാണ് നമ്മൾ കരുതപ്പെട്ടിരുന്നത്. പക്ഷെ അത്രത്തോളം സ്വീകാര്യത ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അത് BJPക്കാർ തള്ളുന്നതായിട്ട് തോന്നിയിട്ടില്ല. കാരണം വെച്ചാൽ മോഡി ഇന്ത്യ എന്നുള്ള രാജ്യത്തിനെ അസേർട്ട് ചെയ്യുന്ന ഒരാളാണ്. അങ്ങനെ ഒരാൾ അവർ സ്വീകരിക്കില്ല. അവർ കോശാന പാടുന്നവരെ അവർ സ്വീകരിക്കുള്ളൂ. മനസ്സിലായില്ലേ? സ്വന്തം രാജ്യം എന്തായാലും പ്രശ്നമല്ല, ഞാനും എൻ്റെ കുടുംബം നന്നായി മതി, അത് സാഹിബ് സഹായിക്കുമെന്ന് വിചാരിക്കുന്ന ആളുകളെ അവർ സപ്പോർട്ട് ചെയ്യുള്ളൂ. മോഡി അങ്ങനെ ഒരാളല്ല. അതുകൊണ്ട് തന്നെ മോഡിക്ക് അങ്ങനെ ഒരു ആക്സെപ്റ്റൻസ് അവിടെ ഉണ്ടാവും ഞാൻ കരുതിയിട്ടില്ല. ഇനി അവരങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ തെറ്റിദ്ധാരണയുടെ പുറത്ത് കൊടുത്തോ. അധാരണ ഒരു ശരിയായ ധാരണയായപ്പോൾ അവർ മോഡിനെ തള്ളിക്കളഞ്ഞു എന്നുള്ളതാണ്. പിന്നെ റഷ്യയുമായിട്ടുള്ള ബന്ധം കൂടെ നന്നായി. ചൈനയായിട്ട് ടാക്റ്റിക്കൽ, അതിനായിട്ട് ഓൾ ഹാർട്ടഡ്ലി തുറന്ന മനസ്സുള്ള ബന്ധം നല്ല ചൈനയായിട്ട് ഏത് സമയം തിരിച്ചു കിട്ടാം, പണി കിട്ടാം. പരസ്പരം അവിശ്വാസത്തോടു കൂടിയിട്ടുള്ളൊരു ബന്ധമാണ് ചൈനയായിട്ടുള്ളത്. അപ്പോൾ ചൈനയായിട്ടുള്ള ബന്ധം അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. റഷ്യയുമായിട്ടുള്ള ബന്ധം കൂടുതൽ സുദൃഢമായി ഉള്ളത് 2025 തെരഞ്ഞെടുപ്പിൽ ഡൽഹിയിലും ബീഹാറിലും വിജയിക്കാൻ കഴിഞ്ഞു. ഇനി 2026 വരുമ്പോൾ കേരളം, ബംഗാൾ, തമിഴ്നാട്, പുതുച്ചേരി അടക്കമുള്ള, ആസാം അടക്കമുള്ള സംസ്ഥാനങ്ങളിലാണ്. ഈ സംസ്ഥാനങ്ങളിൽ വിജയിക്കുക എന്നത് BJPയുടെ പുതിയ പ്രസിഡന്റിനെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ടതല്ലേ? അത് വിജയിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട തന്നെയാണ്. അതിലിപ്പം ഏതാണ് വിജയിക്കുക എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. കേരളത്തിൽ സ്ഥിതി മെച്ചപ്പെടുത്തും, തമിഴ്നാട്ടിൽ സ്ഥിതി മെച്ചപ്പെടുത്തും, ബംഗാളിൽ എനിക്കറിയില്ലെന്ന്. കാരണം എനിക്ക് വലിയ പിടുത്തമില്ല. നമ്മൾ അറിയാത്ത കാര്യം പറയാൻ പോകുന്നതിൻ്റെ അർത്ഥമല്ലല്ലോ. നാം കഴിഞ്ഞ വർഷം പരിശോധിച്ച് നോക്കിയാൽ മോദിക്ക് പ്രതിസന്ധി ഉണ്ടാക്കുന്ന രാഹുൽ ഗാന്ധിയേക്കാൾ ഇപ്പോൾ സ്റ്റാലിനും മമതാ ബാനർജിയും ആണല്ലോ. അല്ല, സ്റ്റാലിൻ അവിടെ വിജയ് എന്നുള്ള ഫാക്ടർ ഉണ്ട്. അത് BJPക്ക് ഏത് രീതിയിൽ ഗുണം ചെയ്യുമെന്ന് കണ്ടറിയണം. പിന്നെ BJP അവിടെ മൂന്നാമത്തെ കക്ഷി വരുമ്പോൾ സംഭവിക്കുമ്പോൾ DMKക്കാർ ADMKക്കാർ ഒത്തു കളിക്കും. ഇവർ അരുൺ ഗാവലി, ദാവൂദ് ഇബ്രാഹിം കളിക്കും. മൂന്നാമതൊരാൾ വരുമ്പോൾ അവന്മാർ ഒറ്റക്കെട്ടാണ്. അത് അങ്ങനെ ഒരു സംഭവം ഉണ്ട് അവിടെ. എങ്കിലും BJP നിലവിൽ ഈ പറഞ്ഞ സംസ്ഥാനങ്ങളിലെ സ്ഥിതി മെച്ചപ്പെടുത്താനാണ് സാധ്യത, എസ്പെഷ്യലി കേരളത്തിൽ.
കേരളത്തിൽ നിങ്ങൾ സ്ഥിതി മെച്ചപ്പെടുത്തുക എന്ന് പറയുമ്പോൾ വോട്ട് ഷെയർ 20% ആവുമെന്ന് വിചാരിക്കേണ്ട, അത് ചിലപ്പോൾ നടന്നൊന്നും വരില്ല. പക്ഷെ അവർ കുറച്ച് നിയമസഭാ സീറ്റുകൾ നേടാൻ സാധ്യതയുണ്ട്. അത് ഈ തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ ഈ പറയുന്നതിന് ഉള്ളിൽ കളി ഉണ്ടായിട്ടും രാജീവിന് കോർപ്പറേഷൻ പിടിക്കാൻ പറ്റുമെങ്കിൽ 1-2 സീറ്റ് നേടാൻ രാജീവിന് പറ്റും. അതാണ് ആ കാര്യത്തിൽ ഉറപ്പ് പറയാൻ പറ്റുന്ന ഒരു കാര്യം. എന്നുവെച്ചാൽ നിലവിലുള്ള സാഹചര്യം വെച്ച് നമ്മൾ നോക്കുമ്പോൾ ഈ നാളെ അതിൻ്റെ ഒറ്റ സീറ്റ് കിട്ടി പൂജയായിപ്പോയാൽ വക്കീലിനെ പ്രവചിച്ചു ഞാൻ പ്രവചിച്ചു എൻ്റെ അനുമാനം പറഞ്ഞതാണ്. പ്രവചിക്കുക ഞാനൊരു ദൈവം. അപ്പം ഈ വർഷം എന്ന് വെച്ചാൽ മോഡിയെ സംബന്ധിച്ചിട്ട് ഇൻ്റർനാഷണലി മോഡിയുടേതായ ഒരു കൾട്ട് രൂപപ്പെടുത്തിയ വർഷം എന്ന് പറയും. അതുവരെ എല്ലാവരുടെയും ഫ്രണ്ട് എന്നുള്ളത് മാറിപ്പം എല്ലാവരുടെയും ഫ്രണ്ടല്ല മോഡി, ഒരു ഒറ്റയാനായി മാറിയിട്ടുണ്ട്. മറ്റേത് അമേരിക്കയുടെയും യൂറോപ്പിനെയൊക്കെ ഫ്രണ്ടായിരുന്നു. അപ്പം മോഡി പുട്ടിനെയൊക്കെ പോലെ ഒരു ഒറ്റയാനാണ്. അതാണ് ഈ വർഷത്തെ ഏറ്റവും വലിയ പ്രത്യേകത. അത് തന്നെയാണ് അത് ഏറ്റവും വലിയ അപകടവും. 2024 രാഹുൽ ഗാന്ധി നരേന്ദ്രമോദി പോരാട്ടമായിരുന്നു. 2025 അങ്ങനെ കണ്ടായിരുന്നു. അങ്ങനെയാണല്ലോ ഈ 99 സീറ്റ് നേടാൻ കഴിഞ്ഞു. മത്തി അതിലൊക്കെ സാവിനോട് മത്സരിക്കട്ടെ. സാറിന് വലിയ എതിർപ്പ് വരും കേരളത്തിൽ. പിന്നെ മത്തികളെ അതിലാണ് അപ്പം പറയുന്നതിന് അർത്ഥമൊന്നുമില്ല. രാഹുൽ ഗാന്ധി ഒരു മാച്ച് അല്ലല്ലോ, മോഡിക്ക് ഇപ്പം മാച്ച് ഇല്ലല്ലോ. മോഡിക്ക് അങ്ങനെ മാച്ച് കണ്ടെത്തണമെങ്കിൽ അതാണ് മോദിയുടെ വിജയമല്ലേ. മോഡിയുടെ സമയമാകുമ്പോഴേക്ക് പ്രതിപക്ഷത്താരും ശക്തരല്ലാതെ. പിണറായി വിജയനെ ഗുണതായിരുന്നു. പിണറായി വിജയൻ മുഖ്യമന്ത്രി നമ്മളെ പ്രതിപക്ഷ ശക്തരാരും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പം സതീശൻ എമേർജ് ചെയ്ത് വരുന്നുണ്ട്. പക്ഷെ ഡൽഹിയിൽ ഇപ്പോഴും നമ്മൾ അങ്ങനെ ആളെ കാണുന്നില്ല എന്നുള്ളത്. ഈ കോൺഗ്രസിന് കൊടുക്കുന്ന സഖ്യകക്ഷികളെല്ലാം ഒരു ചാൻസ് ഇട്ട് വിട്ടുപോകാൻ തയ്യാറായിരിക്കുന്നത്. CPM അടുത്ത് വിട്ടുപോകുന്നതാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അപ്പോൾ അതിലൊന്നും ഒരു കാര്യമില്ല. അപ്പോൾ മോഡിയെ സംബന്ധിച്ചിടത്തോളം മോഡി എന്നുള്ള ആ ഒരു രാഷ്ട്രീയ വ്യക്തിത്വത്തിന് കൂടുതൽ വ്യക്തത വന്നൊരു വർഷമായിട്ടാണ് 25 എനിക്ക് ഇൻ്റർനാഷണലി തോന്നിയിട്ടുള്ളത്. ദേശീയമായി നോക്കുമ്പോൾ മോഡി കുറച്ചും കൂടി ഇൻക്ലൂസീവ് ആയിട്ടുണ്ട്. പണ്ട് കുറച്ചും കൂടി ഗുജറാത്ത് മുഖ്യയുടെ അരഗൻസ് ആദ്യമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ കുറച്ച് വളരെ ഒരു വാജ്പേയി കൾട്ടിലേക്ക് മോഡി വരുന്ന പോലെ തോന്നുന്നുണ്ട്. അല്ല, സാറ് നേരത്തെ RSSുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കുന്നുണ്ട്. RSSന് മോദി കീഴടങ്ങിയോ അതോ മോദിക്ക് പിന്നിൽ RSS കീഴടങ്ങിയോ? RSS അങ്ങനെ ആരുടെ മുന്നും കീഴടങ്ങുമെന്ന് എനിക്ക് തോന്നില്ല. RSS ഇന്ദിരാഗാന്ധിയുടെ മുന്നിൽ പോലും കീഴടങ്ങില്ല. തന്ത്രപരമായിട്ട് ഇന്ദിരാഗാന്ധിനെ പോലും സ്വാധീനിച്ചിട്ടേ ഉള്ളൂ. കീഴടങ്ങുമെന്ന് തോന്നിപ്പിക്കുക. അത് മോഡിയുടെ മുന്നിൽ കീഴടങ്ങേണ്ട ഒരാവശ്യമില്ല. മോഡി ഈസ് എ ചൈൽഡ് ഓഫ് RSS. അതിൽ RSSൻ്റെ മുന്നിൽ മോഡി കീഴടങ്ങുന്നതല്ലാതെ അത് മോഡിക്ക് തന്നെ നമ്മളെക്കെട്ട് അറിയാവുന്ന ആൾ മോഡി തന്നെ ആയിരിക്കുമല്ലോ. RSSനെ വിട്ടുകളിച്ചാൽ മോഡി ഇല്ല. അത് വെറുതെ വിചാരിക്കുക. നിങ്ങളുടെ ഈ പ്രഭാവം ഈ നാട്ടുകാർ പോയി അർണവ് ചാനൽ ഹായ് എന്നൊക്കെ അർണവ് ഗോസ്വാമി ഹായ് എന്നൊക്കെ പറയുന്നത് RSSകാർ നിങ്ങളവിടെ കൊണ്ട് ചിരുത്തിയതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഒരു ചായക്കടക്കാരൻ്റെ മകനായിട്ടുള്ള ഗുജറാത്തിലെ ചായക്കടക്കാരൻ്റെ മകനായിട്ടുള്ള OBCക്കാരനായിട്ടുള്ള മോഡിനെ ആര് വരെ വെക്കാൻ ഡൽഹിയിൽ? അപ്പോൾ മോഡി RSS ആയതുകൊണ്ടാണ്. മോഡി എല്ലോട് നിൽക്കുമ്പോൾ ബക്കറ്റിലെ വെള്ളമാണ്. ബക്കറ്റിലെ വെള്ളത്തിന് കുറച്ച് കാലമൊക്കെ അതിൻ്റെ ഒരു റെലവൻസ് ഉണ്ടാവും. കുറച്ച് ദാഹമൊക്കെ മാറ്റാനൊക്കെ പറ്റും. അല്ല, അത് മോദി തിരിച്ചറിഞ്ഞോ? മോഡിക്ക് ആദ്യം അറിയാം. അല്ല, പിന്നെ എങ്ങനെയാണ് ഈ തർക്കം? ഇവർ മോഹൻ ഭാഗവത്തും മോഡിയും കൂടി ഏതാണ്ട് ഒരേ പ്രായക്കാരാണ്. അപ്പോൾ മോഡി പണ്ടൊരിക്കൽ മോഹൻ ഭാഗവത്തിന് പറഞ്ഞതെന്നാണ് ഞാൻ കേട്ടത്. ശരിയാന്ന് എനിക്കറിയില്ല. കാരവാനിൽ റിപ്പോർട്ട് ചെയ്തത്. ഞാൻ രാഷ്ട്രീയത്തിലേക്ക് വന്നിട്ടില്ലായിരുന്നെങ്കിൽ അങ്ങയുടെ പദവി ചിലപ്പോൾ ഞാൻ ഇരിക്കുമായിരുന്നു. അത് സാധ്യതയുള്ളതാണ്. അവരെ കുറേ പ്രായക്കാരായതിൻ്റെ ഒരു പ്രശ്നം, അത്രയേ ഉള്ളൂ. പക്ഷെ ആഫ്റ്റർ ഓൾ നോക്കുമ്പോൾ RSS തുടങ്ങിയാൽ മോഡിക്ക് നഷ്ടം, RSS നഷ്ടമൊന്നും ഉണ്ടാവില്ല. മോഡിക്ക് ഇപ്പം മോഡീൻ്റെ കൂടെ ഇപ്പം വന്നു വന്നിട്ട് മിഡിൽ ക്ലാസ് എന്നൊക്കെ പറയുന്ന ആളുകൾ അവരൊരു കാറ്റെതിരായ തിരിച്ചു പോകുന്ന ആളുകളാണ്. ഉറച്ചു നിൽക്കുന്നത് ഈ RSSകാരൻ മാത്രമേ ഉള്ളൂ. അന്നുള്ള RSSകാരൻ മാത്രം. ഇപ്പോൾ അത് അർണവ് ഗോസ്വാമി ഒരു എക്സാമ്പിളാണ്. അർണവ് മോഡിയായ സമയത്ത് മാത്രം മോഡിയുടെ കൂടെ നിന്ന ആളാണ്. മോഡി ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് മോഡിക്കെതിരെ റിപ്പോർട്ട് ചെയ്തത് ഇയാളായിരുന്നു. ആര്? മറ്റേ ഇയാളെ എന്താണ് സർദേശായി ആയിരുന്നു. അത് കള്ളം പറഞ്ഞ് ഞാനാണ് റിപ്പോർട്ട് ചെയ്തതെന്ന് പറഞ്ഞ ആളാരാണ്? അർണവ്. പിന്നെ അത് പൊട്ടിപ്പോയി. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? അന്ന് ഹി വാസ് അഗെയിൻസ്റ്റ് മോഡി. എന്നെയൊക്കെ പോലെയായിരുന്നു. എനിക്കിപ്പോൾ മോഡി സപ്പോർട്ടർ ആവേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾ ഏത് തൂക്കിൽ വെച്ച് നോക്കിയാലും മോഡി എന്ത് പ്രതികാരം ചെയ്യുന്നത് അതിൻ്റെ ഓപ്പോസിറ്റ് നിന്നിരുന്ന ആളാണ്. അതായത് കമ്മ്യൂണിസ്റ്റാണ്, മുസ്ലിമാണ് ഒക്കെയാണ്. പിന്നെ മോഡിയും ഞാനും തമ്മിലുള്ള ഒരേ ഒരു സാമ്യം ഉണ്ടായിരുന്നു. ഞാനും ഭയങ്കര ദേശസ്നേഹിയാണ്, മോഡിയും ഭയങ്കര ദേശസ്നേഹി. അതൊരു ആവശ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അന്ന്. പക്ഷെ അതുപോലല്ല ഈ ചാനലുകാരുടെ കാര്യം. അവരെന്നെ പോലെ പൊളിറ്റിക്കൽ സ്റ്റാൻഡ് എടുക്കേണ്ട ആളുകളല്ലല്ലോ. അപ്പം അന്ന് മോഡിനെ കുറ്റം പറഞ്ഞ് നടന്ന ആളുകൾ, ഞാൻ കുറ്റം പറഞ്ഞ് എനിക്കന്ന് ഞാൻ പൊളിറ്റിക്കൽ അഫിലിയേഷൻ ഉണ്ടായിരുന്നു. ഇവരങ്ങനെ ആയിരുന്നില്ല. ആദ്യമായി മോദി കേരളത്തിൽ വരുമ്പോൾ ഇവിടെ കരിദിനമായിരുന്നു. DYFI ഒരു ശിവഗിരി കാലത്ത് തന്നെ. എനിക്കതുകൊണ്ട് ഞാനൊക്കെ ഭയങ്കര എതിരായിരുന്നു ആ സമയത്ത്. എതിരെ
ആ മോഡി എനിക്ക് തോന്നുന്നു പൊളിറ്റിക്കലി മോഡി ഏറ്റവും ശക്തനായിരുന്ന ഗുജറാത്ത് മുഖ്യമന്ത്രിയാണ്. പേടിക്കേണ്ട മോഡി എനിക്ക് തോന്നുന്നു ഗുജറാത്ത് മുഖ്യമന്ത്രിയാണ്. ആ സമയത്ത് ഞാൻ മോഡിക്കെതിരായിരുന്നു. പ്രധാനമന്ത്രിയൊക്കെ ആയപ്പോൾ മോഡി ഭയങ്കരമായിട്ട് ആ ഒരു മോഡിയുടെ ഒരു പേടിയുടെ ഒരു ഓറ മാറി. മോഡി ഒരു വളരെ എന്താ പറയുക ജെന്റിൽമാൻ എന്ന രീതിയിലേക്ക് മോഡി വന്നിട്ടുണ്ട്. അപ്പം ആ മോഡിനെയാണ് ഞാനൊക്കെ റെസ്പെക്ട് ചെയ്തത്. ഗുജറാത്ത് മുഖ്യമന്ത്രി മോഡി എനിക്ക് ഇഷ്ടമായിരുന്നു. നാവ് വന്ന മുസ്ലിങ്ങളെ കുറ്റം പറയും, അങ്ങനെ കുറ്റം പറയേണ്ട ഒരു ഉണ്ടാവാം. പക്ഷെ ഇന്ത്യൻ മുസ്ലിംസ് എന്ന് പറയുമ്പോൾ അതിൽ ഗുജറാത്തികൾ മാത്രമല്ലല്ലോ, നമ്മളൊക്കെ അതിൻ്റെ ഭാഗമാണല്ലോ. അങ്ങനെ ഒരു മൊത്തം ബ്രാക്കറ്റ് ഇട്ട് കുറ്റം പറയുന്ന രീതിയായിരുന്നു അന്ന്. അതിപ്പം മാറിയിട്ടുണ്ട്. ഇങ്ങനെ ആ രീതി ഇപ്പം കുറ്റം പറഞ്ഞാൽ ഇനി ഞാനും മോഡിനെ വിമർശിക്കും. ഒരിക്കലും മോഡിയെ വിമർശിക്കാൻ കാരണങ്ങളൊന്നും കാണുന്നില്ല. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം മോഡിയുടെ ഒരു പേഴ്സണാലിറ്റി കൂടുതൽ ശക്തമായ രീതിയിൽ ഒരു കൾട്ട് രൂപം കൊണ്ടുവരികയും മോഡിൻ്റെ വൈറ്റ് ആൻഡ് ബ്ലാക്ക് എന്താണെന്ന് കൃത്യമായി ഇൻ്റർനാഷണൽ കമ്മ്യൂണിറ്റിൻ്റെ മുന്നിൽ വെളിപ്പെടുകയും ചെയ്തൊരു വർഷമാണ്. അത് പോസിറ്റീവായൊരു വർഷം. മോഡിയുടെ ബലൂണല്ല എന്നും ഒരു കരുത്തനാണ് എന്നും ഇൻ്റർനാഷണൽ കമ്മ്യൂണിറ്റിക്ക് ബോധ്യപ്പെട്ട വർഷമാണ് ഈ വർഷം. അതാണ് ഞാൻ അതിൻ്റെ ഇമ്പോർട്ടൻസ്. ഇലക്ഷൻ റിസൾട്ട് വരും പോകുമൊക്കെ. അടുത്ത വർഷം ഞാൻ വളരെ കൗതുകത്തോടു കൂടി നോക്കുകയാണ് ഇതിൻ്റെ റിപ്ലിക്കേഷൻസ് എന്തായിരിക്കും, ഔട്ട്കം എന്തായിരിക്കും. അത് നിങ്ങൾ എന്തൊക്കെ പറഞ്ഞു, വെസ്റ്റേൺ കൺട്രീസിൻ്റെ നിലപാടുകൾ ഇന്നത്തെ ലോക സാഹചര്യത്തിൽ വളരെ നിർണായകമാണ്. അതെങ്ങനെ ഇടുന്നു എന്നുള്ളത് ഞാൻ കൗതുകത്തോടെ നോക്കും. സാറ് സൂചിപ്പിക്കുന്ന ഒരു അമേരിക്ക മോദി ബന്ധം. അമേരിക്ക എനിക്കറിയില്ല അതെങ്ങനെ പോകുന്നത്. അമേരിക്കയ്ക്ക് സ്വീകാര്യനല്ല ഇപ്പം മോഡി. അമേരിക്കയ്ക്ക് സന്തോഷം നൽകുന്ന നിലപാടുകളല്ല മോഡി എടുത്തിട്ടുള്ളത്. എന്നാൽ സദ്ദാം ഹുസൈനെ പോലെ ഗദ്ദാഫിനെ പോലെ മോഡിനെ അവർക്ക് എളുപ്പം ഒഴിവാക്കാനും പറ്റില്ല. ഇപ്പോഴാണ് മോഡിയായത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതാണ് നോക്കുന്നത്. അപ്പോൾ അത് എങ്ങനെ വരുന്നു എന്നുള്ളത് നമുക്ക് കണ്ടു തന്നെ അറിയണം. ഇലക്ഷൻ വരും, ജയിക്കും, ഞാൻ അതിനൊന്നും വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതാണല്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വ്യക്തിയുടെ കൾട്ടിൽ ഒരുപാട് ഇമാജിനേഷനും റിയാലിറ്റി ഉണ്ടാവും. ഇപ്പം കൂടുതൽ റിയാലിറ്റി പുറത്ത് വരുന്ന സമയമാണ്. മോഡി എന്താണ് എന്ന് ഇൻ്റർനാഷണൽ കമ്മ്യൂണിറ്റി മനസ്സിലാവുന്ന സമയമാണ്. ഈ സമയമാണ് ഇമ്പോർട്ടൻറ്റ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.